അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് എവിടെയാണ് ഗൈസ്? പറയൂ. തലശ്ശേരി. എൻ്റെ കൂടെ ഇന്നത്തെ അതിഥി ആരെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അതെ, ഞാൻ പേരെന്താ? അതെ, ഈ വഴി കിടന്ന് കിട്ടിയൊരു സുഹൃത്താണ് നമുക്ക്. അപ്പോൾ നമ്മളിന്ന് ആദ്യം പോയത് എൻ്റെ വണ്ടി നന്നാക്കാനാണ്. ഇനി അതുവരെ നമുക്ക് ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് നല്ല ചൂട് വെയിലത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഞാൻ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പോൾ എൻ്റെ ലാപ്പ് വാങ്ങണം, അത് കഴിഞ്ഞിട്ട് ലിബർട്ടി പോകണം. അതെ, സർവമ്മ എങ്ങനെയാണ് നമ്മളിപ്പോൾ തീരുമാനം. സർവമ്മ കണ്ട വേറൊരു ചങ്ങായി കൂടെ നമുക്കുണ്ട്. അപ്പോൾ ഓനെയും കൂടി കൺവീൻസ് ചെയ്ത് നമുക്കൊന്നും കൂടി സർവമ്മ കാണാൻ പോകാം. പിന്നെ മെയിൻ വിഷയം വരുന്നത്, പിന്നെ ലാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം റീസെറ്റ് ചെയ്തതാണ്. കംപ്ലൈൻറ്റ് അങ്ങനെ കംപ്ലൈൻറ്റ് നമ്മൾ നടക്കുകയാണ്. നടന്ന് ചെയ്ത് പാലാനോ ഏതോ ഒരു പാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ തലശ്ശേരിയിലെ മെയിൻ പാലത്തിൽ നടന്നിരിക്കുന്നുണ്ട്, പേര് നടക്കാറുള്ള. അപ്പോൾ നമ്മൾ ഇവൻ്റെ കംപ്ലൈൻ്റ് ഉള്ള സാധനം കംപ്ലൈൻറ്റ് ഇല്ലാത്ത പോലെ കിട്ടണം. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇന്നലെ നമ്മൾ ലാപ്ടോപ്പ് കൊണ്ടൊക്കെ കൊടുക്കാൻ പോയതാണ്. ലാപ്ടോപ്പ് കൊടുത്തിട്ട് സോറി ഗൈസ്, സൗണ്ട് വെച്ച് പിടിപ്പേ. സ്പീഡ് കുറച്ച് ശരി. നമുക്ക് നമ്മുടെ വീഡിയോയിൽ സമയം കൂട്ടിയ കഴിഞ്ഞാലാണ് വാച്ച് അവർ കൂടുക. ബട്ട് ടിപ്പിക്കലി എൻ്റർടൈനിങ് വ്ളോഗ് ആയിരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. പക്ഷെ ഞാൻ എടുക്കുന്ന വ്ളോഗ്സ് എല്ലാം പരാജയമായി പോകുന്നത് എൻ്റെ കുഴപ്പമല്ലല്ലോ ഗൈസ്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? ലാപ്ടോപ്പ് ഇതിന് ഏസർ അല്ല, പ്രെഡിക്റ്റർ അല്ല, നൈട്രോ ലാപ്പാണ്. നല്ല ചൂട് വെയിലാണ്. ഞാനാണെങ്കിൽ ഇന്ന് വൈകുന്നേരമല്ല, രാത്രി തിരിച്ച് ഞാൻ ബാംഗ്ലൂരോട്ട് പോവുകയാണ്. ബാംഗ്ലൂർ എൻ്റെ ക്ലാസ്സിലെന്ന് തുടങ്ങി. ഞാനാണെങ്കിൽ കുറേ കാലം ക്ലാസ് വിടാൻ കാത്ത് നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ തോന്നുന്നില്ല. പിന്നോ നമ്മൾ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരുന്ന് ലൈക്ക് ഒരു റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലോയിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് ലോങ് വെക്കേഷൻ ആയിരുന്നു കഴിച്ചു. ഒരു ഡിഗ്രി ഏപ്രിൽ ആ സമയം നമ്മൾ കഴിഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ അതിന് ശേഷം അഡ്മിഷൻ എടുത്ത് ക്ലാസ് തുടങ്ങിയില്ല. അതിൻ്റെ ഇടയ്ക്ക് 2 മാസം വർക്കിന് പോയി. അതെല്ലാം അങ്ങനെയെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ലെവലിലോട്ടായി. പറഞ്ഞിട്ടെന്താ, ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിനിടയ്ക്ക് ഒരു തംബ്നെയിൽ എടുക്കണമെന്നുണ്ട്. അതിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം. ഇവിടെ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട് ഗൈസ്. ആൻഡ് ഇതിൻ്റെ സ്റ്റോറേജ് എത്ര ഉള്ളതെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്, 128 GB ആണ് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം സ്റ്റോറേജ് ആണ്. ഇപ്പോൾ സർവമയം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് നമ്മൾ എത്ര മണിക്ക് ഷോനാ പോകുന്നത്? 1:20. ഇപ്പോൾ സമയം 11:45. ചെറിയ ഷോർട്ട് റൂട്ടാണെന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് റൂട്ട് നടപ്പിക്കുന്ന ഏതൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതെ, സ്ഥലം മുട്ടാണ്ട് പോയിക്കോ. ഷോർട്ട് കട്ട് ഈ ഷോർട്ട് കട്ട് എനിക്ക് തീരെ താല്പര്യമില്ല. ഇനി ഒരിക്കലും ഈ ഷോർട്ട് കട്ട് ഞാൻ വരുന്നില്ല. എവിടെ ഇത് അതിലൂടെ നടന്നാൽ കാണില്ലേ? ഇത് പേടിയാ, ഇവിടുന്ന് ഇനിയും പോകാൻ കുറേ തന്നെ കൊണ്ട് ഗൈസ്. എൻ്റെ ഗെയിം പ്ലേ വീഡിയോ കുറച്ചും കൂടി ഉഷാറാക്കണം എനിക്കുണ്ട്. സമയം കിടക്കുമല്ലേ ഗൈസ്, സമയം കിടക്കുമല്ലേ. അത് ഇവനും ബാംഗ്ലൂർ തന്നെയാണ് പഠിക്കുന്നത്, ആചാര്യ കോളേജിലാണ്. ആചാര്യയിൽ എന്തെങ്കിലും വിശേഷം പറയാൻ താല്പര്യമുണ്ടോ? ആചാര്യൊന്നും പറയുന്നില്ല, പുള്ളിക്കാരനൊന്നും പറയാനില്ല. ഇത് ചെയ്യാൻ ഇപ്പം നമ്മൾ നടന്ന് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ തലശ്ശേരിയല്ലേ നമ്മൾ അടുത്തുള്ള റോഡ്. ഏതൊക്കെയോ സ്ഥലത്തുണ്ട് കഴിച്ചു. റെയിൽവേ സ്റ്റേഷൻ പോകുന്ന റോഡാണ്. ഇത്രയും നേരം ഒറ്റ മനുഷ്യനും ആരും നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വ്ളോഗ് എടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ ആൾക്കാർ കൂടുന്നതുകൊണ്ട് ഞാൻ എത്ര പെട്ടെന്ന് വേണമെങ്കിലും തീർത്തതായിരിക്കും. അതെ ഇവരും. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ ലിബർട്ടീൻ്റെ അവിടെ എത്തിയിട്ട് വേണമെങ്കിൽ ബാക്കി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. ഓക്കെ, ബൈ. അല്ല ബൈ അല്ല, നമ്മൾ അഴിഞ്ഞ് ലിബർട്ടിയിലുള്ളത് കാണാം. ശരി എന്നാ നമ്മൾ ഇളനീർ കുടിക്കുകയാണ്. ഇളനീർ ജ്യൂസ് നമുക്ക് കുടിക്കാൻ കഴിച്ചു. തലശ്ശേരി വന്നിട്ട് ആദ്യമായിട്ട് അറിയില്ല, കുറേ കാലമായി ഇളനീരെല്ലാം കുടിച്ചോ കഴിച്ചു.
ടേസ്റ്റ് ഉണ്ട്. നമ്മളങ്ങനെ സർവമായ കണ്ട് തിരിച്ചെത്തിക്കുന്നു ഗൈസ്. നല്ല പടം. ആദ്യത്തെ അരമണിക്കൂർ മിസ്സായിട്ടുണ്ടെങ്കിലും ബാക്കിയെല്ലാം കണ്ട് അടിപൊളി പടം. ഗൈസ് ക്ലാസ് നല്ല ചെളിയുണ്ട്. അങ്ങനെ വണ്ടി അവിടെ വെക്കേണ്ടി വന്നു. അതുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറിയിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് പാറാട് ബസ് കിട്ടി. പിന്നെ ടിക്കറ്റ് എടുക്കുന്ന നല്ല ഇവനായതുകൊണ്ട് നമുക്ക് ഒരു നന്ദി അറിയിക്കാം ഗൈസ്. താങ്കു. പിന്നെ നമ്മൾ ഇന്നത്തെ വന്നത് എന്തിനാ സർവമയം പടത്തിനെ കുറിച്ചാണ് ഗൈസ്. സർവമയം പടം അടിപൊളി പടം. ആദ്യത്തെ ഹാഫ് ആൻ അവർ മിസ്സായിരുന്നെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇവന് ആദ്യത്തെ ഹാഫ് ആൻ അവർ മിസ്സാക്കി. റെസ്പോൺസിബിൾ ഇല്ലാത്ത ചെക്കാണ് ചെയ്യാം. പടം എനിക്ക് കറൻലി സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും ആക്ടിങ് എല്ലാം അടിപൊളിയാണ്. കുറേ അധികം സെലിബ്രിറ്റീസ് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടു. ഗുഡ്. ഇത്രയൊക്കെ പറയാനുള്ളൂ ഗൈസ്. പക്ഷെ പഠനത്തിൽ ഓരോ ചെറിയ സീൻ കാണും ഇവനിങ്ങനെ പേടിക്കുന്ന കണക്കായിരിക്കുന്നത്.